വിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. ജീവിതം സാക്ഷിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈരളി ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ചേർന്ന് നടത്തുന്ന ഒരു ലോക അദാലത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ജീവിതം സാക്ഷി. ഈ പരിപാടിയിലൂടെ എത്തിച്ചേരുന്ന തീർപ്പുകൾ കോടതി വിധി പോലെ നിയമസാധുതയുള്ളതും ഇരു കക്ഷികൾക്കും ഒരേപോലെ ബാധകവുമാണ്. ഇതിനായി കെൽസയുടെ ഒരു പാനൽ തന്നെ നമ്മളോടൊപ്പമുണ്ട്. പാനലിനെ പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട മിസ്റ്റർ ജസ്റ്റിസ് എം രാജേന്ദ്രൻ നായർ, ശ്രീമതി മഞ്ജു ഇ ജോസഫ്, അഡ്വക്കേറ്റ് ബിന്ദു ശ്രീകുമാർ. ജീവിതം പലപ്പോഴും കടങ്കഥ പോലെയാണ്, ഉത്തരം കിട്ടാത്ത കടങ്കഥ. നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ലാളിത്യം അതിനുണ്ടെന്ന് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ ആരുടെ കൈപ്പിടിയിലും വഴങ്ങി നിൽക്കാതെ അത് സ്വതന്ത്രമായി ഒഴുകിപ്പോകുന്നുവെന്ന സത്യമാണ് ജീവിതം സാക്ഷി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രാജുവിൻ്റെയും ഉഷയുടെയും കഥയ്ക്കാണ്. ഒട്ടേറെ സങ്കീർണതകൾ നിറഞ്ഞ അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥ. നമുക്ക് ആദ്യം രാജുവിനെ സ്വാഗതം ചെയ്യാം. വരൂ രാജു. എവിടെയാ വീട്? മയ്യനാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോള്, മരുമോള്. എല്ലാവരും ഭാര്യയില്ല. അപ്പം അച്ഛനമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? ആരുമില്ല. ആരുമില്ല. മക്കൾക്ക് എത്ര വയസ്സായി? മോന് 25. ഓ, 25 വയസ്സുള്ള മകനുണ്ടല്ലോ. കണ്ട ചെറുപ്പക്കാരനായി തോന്നല്ലോ. മോക്ക് 22. 22. അവരെന്ത് ചെയ്യുന്നു രണ്ടുപേരും? കല്യാണം കഴിച്ചു. മോളുടെ കല്യാണം കഴിച്ചു. മോനും കല്യാണം കഴിച്ചു. അവരൊക്കെ എവിടെയാ? മോൻ എൻ്റെ കൂടെ, മോള് ചാത്തന്നൂര്. ചാത്തന്നൂര്. ഇപ്പൊ ആരുടെ താമസിക്കുന്നത്? മരുമോളുടെ കൂടെയാണോ മകളുടെ കൂടെ? മോൻ്റെ കൂടെ. ഭാര്യ എന്ത് ചെയ്യുന്നു? ഭാര്യ ഒരു പണിയില്ല, വീട്ടിലിരിക്കുകയാണ് ഭാര്യ. ഇപ്പോ രാജുവിന്റെ പ്രശ്നം എന്താ? രാജുവിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണക്ക, എൻ്റെ തൊട്ടയിലത്തെ ഒരു വീടുണ്ട്. അപ്പം ആ വീട്ടിലെ ആളും ഞാനും ഒരേ കണക്ക് ജോലിയും ചെയ്യും, ഒരേ കണക്ക് പിരിയാൻ വയ്യാത്ത സ്നേഹമായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നത് എന്നെ വെച്ച് മുതലെടുക്കാൻ ഞാൻ അറിഞ്ഞില്ല, മനസ്സറിഞ്ഞില്ല. എന്താ രാജുവിന്റെ കാശൊക്കെ തട്ടിയെടുത്തോ? ഇല്ല, കാശല്ല. എന്താ ജോലിയായിരുന്നു രാജുവിന്? എന്താ ജോലി? പണി. പണിയാ. ചായക്കടയിൽ എന്ത് ജോലി? എനിക്ക് പൊറോട്ട അടിക്കാൻ. മറ്റേ ആളുടെയോ? അത് ഇതണക്ക് വെളിയിൽ കൂലി പണിക്കും പോകും, ഇതണക്ക് വെളിയിലും പാചകത്തിന് പോകും. ഓഹോ. അപ്പം ഇതണക്ക് എൻ്റെ കൂടെ സഹകരിക്കും, അതണക്കിന് അവരോട് സഹകരിക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരിക്കുമായിരുന്നു. എൻ്റെ പെണ്ണും അവൻ്റെ പെണ്ണും ഞങ്ങളല്ല. അയാൾക്കും കല്യാണം കഴിഞ്ഞതാണോ? അവന് 19 വയസ്സുള്ളൊരു മോളുണ്ട്, 17 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. ഇത്ര ഉണ്ട്. തൊട്ട് ഇതാണ് അപ്പുറപ്പുറം വീട്. അപ്പം എൻ്റെ ഒരു പെങ്ങളെ പോലെ ഞാൻ അവരെ കരുതിയിരിക്കുന്നത്. അതാണെങ്കിൽ എന്നെ ഞങ്ങളങ്ങനെ സഹകരിക്കുന്ന സമയത്തിന് ഇവരെ വീട്ടുകാർ പലരും എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു, അവനെ സൂക്ഷിക്കണം, അതാണെങ്കിൽ നിൻ്റെ പെണ്ണിനെ നോക്കണം. അതെന്താ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാ? ഏത് മോളെ നോക്കും? എൻ്റെ ഭാര്യയോ? നിങ്ങളുടെ ഭാര്യയോ? സൂക്ഷിക്കണം. ഇവനെ ഭാര്യക്ക് എത്ര വയസ്സായി? 53 വയസ്സായി. 53 വയസ്സുള്ള ഭാര്യയെ സൂക്ഷിക്കണമെന്നോ? ആരാ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അയലത്തുള്ളവർ തന്നെ. കാരണം ഞാൻ നേരം വെളുപ്പിൽ 4 മണിക്ക് ഞാൻ കടയിൽ പോകും. കടയിൽ പോകുമ്പം ഞാൻ പോകുന്ന തക്കം നോക്കി ഇവൻ വന്ന് കയറും. അപ്പോൾ നിങ്ങളുടെ മോനും മോളൊന്നും വീട്ടിലില്ലേ? അന്ന് കൊച്ചു പിള്ളേർ. ഓ, ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. കൊച്ചു പിള്ളേർ ഇതിങ്ങനെ തുടരെ പോയിക്കൊണ്ടിരുന്നു. അല്ല, അങ്ങനെ വരാൻ കാരണം എന്താ? നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടോ ഭാര്യയ്ക്ക്? ഒന്നുമില്ല. പിന്നെന്താ? ഒരു ഇതുമില്ല. അല്ല, അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ഒരു ഭാര്യ അങ്ങനെ ഒരു ബന്ധം അങ്ങനെ വരുമോ? ഇതിപ്പറ്റി എനിക്ക് ഈ സമയം വരെ അല്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും അല്ലേ? അങ്ങനെ പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അത് വിശ്വസിച്ചില്ല. ഞാൻ കണക്കൂട്ടുന്ന കഴിഞ്ഞാൽ എല്ലാവരും പല കുടുംബങ്ങളും നശിപ്പിക്കാൻ വേണ്ടി പലരും പറഞ്ഞു തരും. ഞാൻ ഇതിലേ കേട്ട് ഇതിലേ കളയും, മനസ്സിൽ ഒന്നും വെച്ചേക്കത്തില്ല.
അങ്ങനെ ഇത് കണക്ക് ഞങ്ങൾ ജീവിക്ക് പോയിക്കൊണ്ടിരുന്നത്. അല്ല, അങ്ങനെ ഒരു ഭാര്യയെ സംശയിക്കാമോ? ചുമ്മാ ആരെങ്കിലും ആൾക്കാർ പലതും പറയും, നിങ്ങൾക്ക് അങ്ങനെ സംശയിക്കാമോ ഒരു ഭാര്യയെ? അതും ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയെ, മക്കളുടെ അമ്മയെ? അല്ലാതെ എനിക്ക് ഒരിക്കലും സംശയമില്ലായിരുന്നു. അവളടുത്ത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുമില്ല, ഒരു സംശയമില്ലായിരുന്നു. ചോദിക്കാനും പോയിട്ടില്ല. അറിയാം, ഞാൻ ഇതിലെ കെട്ടി ഇതിലെ കളയും. നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പറയുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരായിരിക്കണം? അല്ല ഇത് കേട്ടോ, അങ്ങനെ ഞാൻ പറയണ്ടേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ 2 കണ്ണി കാണാതെ ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കടയിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നടുപ്പാന വേദനയാണ്. രാവിലെ 4 മണിക്ക് കയറുന്നത് രാത്രി 9 മണിക്ക് ഒരേ കണക്ക് നിൽക്കുന്ന. അയ്യോ കഷ്ടം. അങ്ങനെ ഞാൻ വന്നിട്ട് ഞാൻ കട്ടിലിൽ കിടക്കുന്നില്ല, ഞാൻ തറയും പാവിരിക്ക് കിടക്കുക. അങ്ങനെ അവിടെ കട്ടിലും കിടന്ന് ഞാൻ തറയെ പായം വിരിക്ക് കിടക്കുക. അങ്ങനെ രാത്രി 10-11 മണി കഴിയും. അപ്പം എനിക്ക് തോന്നി, ഞാൻ ഒന്ന് ചരിഞ്ഞ് ഇവിടെ വിളിക്കാനെന്ന് നോക്കിയപ്പോൾ കട്ടിൽ ആളില്ല, കട്ടിൽ എൻ്റെ പെണ്ണില്ല. അങ്ങനെ പെട്ടെന്ന് ചാടി എനിക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എനിക്ക് നോക്കും, ഒരു അകത്ത് ആരുമില്ല. എൻ്റെ മോള് മരുമോൻ ഉണ്ട്, മോളും ഉണ്ട്. ഇതൊക്കെ മോളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണോ? അയ്യോ. അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവരുടെ ഞാൻ ചോദിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ അടുക്കളയിലെ കഥ ഉറങ്ങാൻ നിന്ന് നോക്കിയപ്പോൾ വെളിയിൽ കൊളുത്തിട്ടേക്കുന്നു. ഞാൻ എങ്ങനെയും നോക്കിയിട്ട് അപ്പോൾ ഫ്രണ്ടിൽ കഥ പറഞ്ഞ് ഞാൻ ബാക്കിൽ കൂടെ വന്ന് വെളിയിൽ കൊളുത്തെടുത്ത് ഞാൻ അവിടെ ആ ഏരിയ കംപ്ലീറ്റ് ഞാൻ അരിച്ചു നോക്കിയിട്ടും കണ്ടില്ല. അങ്ങനെ മൊബൈലെടുത്ത് ഞാൻ എൻ്റെ മൊബൈലെടുത്തിട്ട് ബെല്ലടിക്കും. അപ്പോൾ റിങ് അടിക്കുന്നു, കട്ട് ചെയ്യുന്നു. ഞാൻ വിളിയും കട്ട് ചെയ്യും. ഉള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് പോയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വായിൽ കംപ്ലീറ്റ് കറങ്ങിയിട്ട് കാണാനില്ല. അങ്ങനെ എന്തായാലും തിരികെ വരുമെന്ന് വെച്ചാൽ ഞാൻ കസേര എടുത്ത് എൻ്റെ അടുക്കളയുടെ പുറത്ത് മാറി ഞാൻ വെളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ തൊട്ടടുത്തിന് എൻ്റെ വീട്ടിൻ്റെ അടുത്തിന് ഇവിടെ പയ്യെ വന്ന് എൻ്റെ വരുന്നവര് ഏത് സൈഡിൽ നിന്ന്? ഇടത്തെ സൈഡിൽ നിന്ന്. എന്നാ ഞാൻ ഇവൻ്റെ വീട്ടിൻ്റെ അടുത്ത്, മറ്റാളുടെ വീട്ടിൻ്റെ സൈഡിൽ നിന്നാണോ വന്ന് എൻ്റെ വീട്ടിൻ്റെ പുറത്തൊരു നിലത്തിൽ കിടന്ന് വട്ടം കറങ്ങും. വട്ടം കറങ്ങുന്നത് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ വട്ടം കറങ്ങി. പ്രാന്താണോ? ഭ്രാന്തൊന്നുമില്ല, പിന്നെ മൊബൈലും കയ്യിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പിടിക്ക്. ഞാൻ നീ എടാ പടി ഞാൻ ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ടാണോ വട്ടം കറങ്ങിയത്? കറങ്ങനെ കിടന്ന് ചുമ്മാ എന്നെ ആരാ വിളിക്കൊണ്ട് പോയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആരോ എന്തോ ചെയ്തു. ഞാൻ പിടിച്ച് നീ കൊണ്ടുവന്നത് നീ എന്താ എവിടെ പോയി? ഞാൻ ഇങ്ങനെ കറങ്ങി പോയെന്ന്. ഞാൻ പറഞ്ഞു, എവിടെ പോയി? നീ ഉറങ്ങാൻ കിടന്ന് എൻ്റെ അടുത്ത് കിടന്ന് നീ എങ്ങോട്ട് പോയി? അപ്പം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ഭാര്യ കല്യാണ വർക്കിന് അരയ്ക്കാൻ പോകും. ഭാര്യയല്ല അവിടെ. അപ്പൊ അവന്റെ മക്കളുമില്ല. മക്കള് അവൻ്റെ അമ്മമ്മയുടെ ഈ പെണ്ണിൻ്റെ തള്ളയുടെ വീട്ടിൽ കിടക്കണം. അങ്ങനെ ഞാൻ ചെന്ന് നോക്കി. അപ്പൊ ഇവ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും വേണ്ടിയില്ല. അവിടെ ആ വീട്ടിന്റെ അകത്ത് ഇറങ്ങി വരുന്നത് കണ്ടോ? സൈഡിൽ നിന്ന് ഇറങ്ങുന്നത്, അവന്റെ വീട്ടിന്റെ സൈഡിൽ നിന്ന് വരുന്നത് കണ്ടു. എന്നിട്ട് ഇവന്റെ അടുത്ത് എന്നെ ആരാ കൊല്ലാൻ കൊണ്ട് ഞാൻ അങ്ങനെ കറങ്ങുന്നത്. ഞാൻ പറഞ്ഞു, കൂടുതൽ നീ അടവെടുക്കണ്ട. അങ്ങനെ 2 അടി കൊടുത്ത് കയറാൻ പറഞ്ഞു. മേലെ അത് നീ ആവർത്തിക്കരുത് ഒക്കെ കൊടുത്ത്. അങ്ങനെ കിടന്ന് പിന്നെ ഒരു കുഴപ്പമില്ല, ഉറക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് അവരെ ക്ഷമിച്ചു. അവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ട് ക്ഷമിച്ചു. കാരണം ക്ഷമിക്കാൻ കാരണം ഇനി ഒരു ഭർത്താവാണെങ്കിൽ ക്ഷമിക്കില്ലല്ലോ. അങ്ങനെ എനിക്ക് വേറെ കാര്യമുണ്ട്, എനിക്ക് വേറെ ആരുമില്ല. ഇനി ഇത് മേലെ നീ ആവർത്തി, ഇനി അവന് ഇവിടെ കയറ്റരുത്, ഞാനില്ലാത്ത സമയത്ത് ഇവിടെ കയറ്റരുത് പറഞ്ഞിട്ട് പോയി. വീണ്ടും ക്ഷമയൊക്കെ പറഞ്ഞു, ക്ഷമിച്ചോളാന്നൊക്കെ. കാലിലൊക്കെ വീണോ? കാലിലൊന്നും വീണില്ല. അങ്ങനെ ഞാൻ പോയി. അപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ഭാര്യ ഒന്നും പറഞ്ഞില്ല. ഭാര്യയുടെ പേരെന്താ? ഉഷ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഇവിടെ ഇതൊരു അടവ ഇങ്ങനെ പറയുന്നത്, ഞാൻ വെറുതെ പോയാന്ന്. അല്ല, ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളെ ആണായിട്ട് ഒരു ഭർത്താവ് അവിടെ ഉണ്ട്, പിന്നെ ഇനി ഒരു ആണായിട്ട് ഒരുത്തിനെ തേടി പോണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കൊരു കുഴപ്പമില്ല. അവരടിച്ചോ? ഒന്നുമില്ല. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഈ ആദ്യമായിട്ടാണോ ഭാര്യ അടിക്കുന്നത് നിങ്ങളന്ന്? ആദ്യമായിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ അടിച്ചത്. അവര് നിങ്ങളോട് വലിയ സ്നേഹത്തിലായിരുന്നു. ഞാനും അതാണ്, എനിക്കും ഒരു കുറവില്ല, അതേ കണക്ക് സ്നേഹിക്കും. പക്ഷേ നിങ്ങളുടെ മക്കളോടൊക്കെ എങ്ങനെയായിരുന്നു അവര്? മക്കളുടെ സ്നേഹമാണ്, എൻ്റെ അടുത്ത് സ്നേഹമാണ്. കൂടെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ തലയിൽ വന്ന് തടവും, അല്ലായിരിക്കും. സ്നേഹത്തോടു കൂടി എല്ലാം ചെയ്യും. അങ്ങനെ ഇരുന്ന ആള്
ഇതെല്ലാം കഴിഞ്ഞ് ഈ സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾ മക്കളോട് ഇതിനെ പറ്റി വല്ലതും പറഞ്ഞു? ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞില്ല. മക്കൾ അറിഞ്ഞില്ല, പറയാനൊക്കില്ല. മക്കൾ അറിഞ്ഞ് എന്നെ മക്കളോട് ഞാൻ പറഞ്ഞില്ല. എൻ്റെ മരുമകൻ എല്ലാവരും ഉണ്ടായിരുന്നു, ഞാൻ ഒന്നും വേണ്ടിയില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഞാൻ പോകും, ജോലിക്ക് പോകുമ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു തവളക്കോഴി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ഉത്സവത്തിനാണ് ഇവരെല്ലാം അമ്പലത്തിൽ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവരെല്ലാം ആരും ഇല്ല വീട്ടിൽ, അവരെല്ലാം കെട്ട് കഴിക്കാൻ കാണാൻ പോയി. അപ്പോൾ ഞാൻ എന്നറിയാം കുളിച്ച് പണി കഴിഞ്ഞിട്ട് കുളിക്ക് റെഡിയാണ്, ഞാനും കെട്ട് കഴിക്കാനും പോയി. പണി കഴിഞ്ഞിട്ട് കുളിക്ക് റെഡിയാണ്, ഞാനും കെട്ട് കഴിക്കാനും പോയി. അങ്ങനെ നമുക്ക് കണ്ടിട്ട് ഞാൻ ഒരു 7 മണിയോടെ 7 മണി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം ഫ്രണ്ടിലെ കഥവ് അകത്ത് കൊളുത്തിട്ടേക്കുന്നു പൂട്ടിയിരുന്ന കഥവാണ്. അപ്പോൾ ഞാനിത് അകത്തിട്ടെങ്കിൽ ബാക്കിൽ കഥ തുറന്ന് ആരെങ്കിലും കാണും. ഞാൻ പുറത്തൂടെ കറങ്ങി വന്നു. അപ്പോൾ ബാക്കിൽ കഥ തുറന്നിട്ടേക്കുന്നു. അങ്ങനെ ബാക്കിലൂടെ കയറി വന്നപ്പോൾ പശുവിലെ കാണുന്ന രംഗം, കണ്ടുകൂടാത്ത രംഗം. അങ്ങനെ ഞാൻ പിടിച്ച് അവന് ഞാൻ അടിയായി. അതെന്താ ബാക്കിൽ കഥവ് തുറന്നു വെച്ചിരിക്കുന്നത് ഭർത്താവെന്ന് കാണാൻ വേണ്ടിയാ? ഇല്ല, അതിന് അനക്കം തട്ടി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഓടായി. ഓ ശരി. അങ്ങനെ വന്ന് ഞാൻ അവനെ അടിയായി. ഇവിടെ എന്നെ അടിച്ച്, ഞാനും അടിച്ച്, തിരിച്ചടിച്ച്. ഇവിടെ ഈ പട്ടി കടിക്ക് പറിക്കണമെങ്കിൽ ഇവൻ കടിച്ചെടുത്ത്. കടിച്ചത് എന്നെ ആണോ? കടിക്ക് പറിച്ചെടുത്ത്. അന്നത്തും പിടിക്കാൻ വിട്ടില്ല. അതിനകത്ത് ഇവിടെ എന്നെ ഇവിടെയൊക്കെ ചവിട്ടി. ഈ പെണ്ണ് അവന് എന്നെ അടിച്ച്. ഞാൻ നിലവിളിക്ക് ഇതാണെങ്കിൽ എൻ്റെ തൊട്ടയലത്ത് വീടുണ്ട്. വാവണ്ണ ഓടി വാന്ന് പറഞ്ഞു. അപ്പം ഈ വാവണ്ണയ്ക്ക് കയറുമായിരുന്നു. അപ്പോൾ വാവണ്ണ എൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, ഇവരടിക്ക് കയറുമുണ്ട്. അങ്ങനെ രണ്ടുപേരുടെ എന്നെ ഇട്ട് പീടിക്ക് കട്ടിൻ്റെ മേളിലൂടെ മറിച്ചിട്ട് ചവിട്ടി. ആര്? നിങ്ങളുടെ ഭാര്യയും ഭാര്യയുടെ കാമുകനും? ചവിട്ടി എന്നെ ഇട്ട് ലാസ്റ്റ് ഇപ്പം ഇറങ്ങി ഓടിക്കളഞ്ഞു. അല്ല അടി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഇവള് എൻ്റെ ഇടയ്ക്ക് കയറും. അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ മുറിഞ്ഞ് എൻ്റെ പെണ്ണിൻ്റെ. അങ്ങനെ നീ എന്നെ കാണിക്കോടിയെന്ന് പറഞ്ഞു. നീ എന്നെ ചതിക്കെന്തിനടി? ഞാൻ 5 കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ വീട്ടിൽ തള്ളിയിട്ട് ഞാൻ അവിടെ കിടക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നപ്പോൾ ഇനി ഈ വാവുകണ്ണം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോകും, ഇങ്ങനെ ഇട്ടേണ്ടെന്ന് പറയും. അത്രത്തോളം അടിച്ചു? അടിയെന്ന് പറയും എനിക്ക് അത്രയും ആ സമയം അത്രയും ഇതായിരുന്നു. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ ആരും അടിച്ചു പോകും. അങ്ങനെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോയി ആശുപത്രി കൊണ്ട് മരുന്നെല്ലാം ചെയ്ത് ഇവരെ വീട്ടിൽ വിളിച്ച്. എൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചു. നിങ്ങളുടെ പെണ്ണാണ് ഇപ്പോഴും? വീട്ടിൽ വിളിച്ച് അതാണ് തള്ളയും ഇവിടെ അനിയത്തിയും വന്നു. ഞാൻ പറഞ്ഞു ഇതാണൊക്കെ ഉഷ ആശുപത്രി കിടക്കുകയെന്ന്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. സംഭവം പറഞ്ഞില്ല. അവർ വന്ന് മോളെ വിളിക്കൊണ്ട് ആണ്ടേക്ക് കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. ഞാൻ പറയും ഇവിടെ നോക്കാൻ ആളില്ല, വീട്ടിൽ കൊണ്ടുവന്നു. അവരോടൊന്നും കാര്യം പറഞ്ഞില്ല? വീട്ടിൽ പോയതിനു ശേഷം പറയട്ടെ, അവിടെ വെച്ച് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോകത്തില്ല. അങ്ങനെ വീട്ടിലോട്ട് പറഞ്ഞിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇവിടെ ഇത്രയും ചീത്തയാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വിട്ടിട്ട് പോകും. ഞാൻ കൊണ്ട് തന്നെ ഇതാ നിങ്ങളെ മോള് കാണിക്ക തെറ്റി, ഇതിനോട് ശിക്ഷ ചെയ്ത് ഇനി മേലെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞുകൂടല്ലേ? അറിയാം, എനിക്ക് ഒക്കത്തില്ലെന്ന് പറയും. അപ്പോൾ മക്കളൊക്കെ അറിഞ്ഞോ ഇത്? മക്കളെല്ലാം അറിഞ്ഞു. എൻ്റെ മക്കളെല്ലാം എത്ര വയസ്സുണ്ട്? എല്ലാവരും അറിഞ്ഞു. എത്ര വയസ്സുണ്ട് മക്കൾക്ക്? അപ്പോൾ മക്കൾക്ക് അപ്പം 23 വയസ്സുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷമാണോ അതിന് മുമ്പാണോ? എല്ലാം കഴിഞ്ഞ ശേഷം, ഇതെല്ലാം കല്യാണം കഴിഞ്ഞ ശേഷം. മാത്രം പെണ്ണ് കൊണ്ടുവന്ന് പെണ്ണിൻ്റെ വീട്ടിലായിരുന്നേ ഉള്ളൂ ഇവര്. അയ്യോ, മോളുടെയും കല്യാണം കഴിഞ്ഞു? രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു. അയ്യോ, ഓർമ്മയുണ്ടാവില്ലേ ഇങ്ങനെ? മോക്ക് 2 പിള്ളേരുണ്ട്, മോന് 1 കൊച്ചുണ്ട്. ദൈവമേ, അവർക്കൊക്കെ എന്തൊരു അവമാനമായിരിക്കും ഇത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ്. അപ്പൊ തമിഴ്നാട്ടിൽ എനിക്കൊരു അനിയത്തിയുണ്ട്, ഇവൾക്ക് 4ാമത്തെ അനിയത്തി. അപ്പൊ ഈ പിള്ളേർക്കെല്ലാം എൻ്റെ അടുത്ത് വലിയ കാര്യമോ, ഞാൻ ആ നിലയിലെ കാണുന്നത്. അങ്ങനെ ഇവരും അനിയനും എല്ലാവരും ലീവ് ഉള്ളപ്പോൾ ഇവിടെ വരും, പിള്ളേർക്ക് വെക്കേഷൻ സമയം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ തനിയെ വീട്ടിലുണ്ട്. അപ്പോൾ ഇയാളെ ആങ്ങളുടെ കല്യാണം നടക്കണം. ഇപ്പോൾ ഇവർ നിന്ന് കല്യാണം എൻ്റെ പെണ്ണിൻ്റെ ഉഷയുടെ. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ആ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. അതിന് ആൾക്കാർ സംഭവം എല്ലാം അറിഞ്ഞ്. അങ്ങനെ ഇവർ വന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇനി മേലെ ഈ ആവർത്തിക്കില്ല, ഒരു മാപ്പ് കൊടുക്കാൻ പറയും. അങ്ങനെ വീണ്ടും വീട്ടിൽ കൊണ്ടാക്കി. അയ്യോ, വീട്ടിൽ കൊണ്ടാക്കി ഞാൻ പരമാവധി ശ്രമിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് മിണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് മക്കളൊക്കെ സമ്മതിച്ചോ? മക്കളൊന്നും മിണ്ടില്ല. മക്കളൊക്കെ മിണ്ടാക്കോ അറിയാം.
അമ്മയായിട്ട് പിന്നെ മക്കളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല അമ്മയായിട്ട് മിണ്ടുമായിരുന്നു. അമ്മയോട് ദേഷ്യമൊന്നുമില്ല ഇങ്ങനെയൊക്കെ അച്ഛനുള്ളപ്പോൾ ഇങ്ങനെ ഒരാളുമായിട്ട്? ദേഷ്യമുണ്ട്. അപ്പോൾ പിള്ളേരോട് ചേറി കാണിക്കും. ആര് ദേഷ്യം കാണിക്കും? ഉഷ തള്ള. ആ, ആവശ്യമില്ലാതെ വഴക്കും ഉണ്ടാക്കും. ആ, അന്ന് പറഞ്ഞ ഈ 3-4 ദിവസം ഞാൻ മിണ്ടിയില്ല. അപ്പം ഈ വീട്ടിലൊന്നും വെപ്പില്ല ഈ പിണങ്ങും കാരണേ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുക. ആര്? ഏതെന്ന് വെച്ചാൽ ഏത്? ഉഷ. ഉഷ. ആ, അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ വന്ന് കിടന്നത് എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് മനസ്സ് വരുന്നില്ല. അയ്യോ, വലിയ സ്നേഹമായിരുന്നു അല്ലേ ഭാര്യയോട്? അങ്ങനെ ഞാൻ കടയിൽ പോയി സാധനം മേടിക്കോട്ട് കൊടുത്ത് തിന്നാൻ പറഞ്ഞു. അങ്ങനെ ആഹാരം മേടിച്ചുകൊണ്ട് വന്ന് തിന്നാൻ വന്നു പറഞ്ഞു. അങ്ങനെ സഹകരിക്കുമ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞ് എൻ്റെ അനിയത്തി തറയക്കോടിൻ്റെ ട്രെയിനിൻ്റെ കമ്പനി ജോലിക്ക് പോകുന്നു, എന്നെ വിടുവോന്ന് ചോദിച്ചു. ഞാൻ പറയും കല്യാണം കഴിഞ്ഞ് ഈ സമയം വരെ ഒരു തുരുമ്പിട്ടൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല ഇതുവരെ. അപ്പം ഞാൻ പറഞ്ഞു നീ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, മുഷു എടുക്കണ്ട, നിൻ്റെ സ്വന്തം അനിയത്തിയല്ലേ, എന്നറിയാം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ മതി. ശരി ഇനി പോ. അങ്ങനെ പണിക്ക് പോകേണ്ട ഒരു സുപ്രഭാതി ഈ കമ്പനി പൂട്ടി. വീണ്ടും സ്നേഹത്തിലായപ്പോ പൂട്ടി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാക്കുണ്ട്. ഇവൻ കൊണ്ടുവന്ന് ഇവൻ്റെ ഫോൺ നമ്പർ അവിടെ ഇവിടെ കൈ കൊടുത്തായിരുന്നു. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞോ? ഇവിടെ അനിയത്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. എവിടെ? ഓട്ട് കമ്പനിക്ക് പോയപ്പോൾ? ഓട്ട് കമ്പനി പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടേനെ ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ അതിനുശേഷം. അപ്പോൾ ഇവനെ ഇതിൻ്റെ ഭാര്യ അടിച്ചു കളഞ്ഞു. അപ്പോൾ ഇതിനു വേണ്ടിയാണ് അവിടെ പോകണമെന്ന് പറഞ്ഞത്? അങ്ങനെ അവിടെ നിന്ന് അവിടെ ഒരു സമയത്ത് കമ്പനി പൂട്ടിയപ്പോഴത്തേക്ക് ജോലിയില്ല. അപ്പോൾ അനിയത്തിയും ചേട്ടനോട് തീരുമാനിച്ച് അമ്മ എവിടെയും ജോലി ഇറക്കാനും. ബിയണ്ണൂർ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ ഇതാണ് ക്ലീനിങ് സെറ്റിൽ ജോലിക്ക് ആളിനെ എടുക്കുമെന്ന് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പോയി ജോലിക്ക് എന്ന് തിരക്കിയപ്പോൾ ഇവർ രണ്ടും ജോലി കൊടുത്ത്. എന്നാൽ ഇവർ രണ്ടും കൂടെ വന്ന്. അപ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് അവിടെ വാടക താമസിക്കുക. എവിടെ? എൻ്റെ വീടിൻ്റെ പുറത്ത് അങ്ങ് അവരെ കുടുംബ വീടിൻ്റെ പുറത്ത്. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു വീട് നോക്കണം, ഈ വീട് വിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആര് പറഞ്ഞു? അനിയത്തി ഇവിടെ അടുത്ത് പറഞ്ഞു. അപ്പം വീട് നീ എവിടെ തിരക്കെന്ന് നോക്കിയപ്പോൾ അനിയത്തി പറഞ്ഞു ദൂരെ എവിടെയും ഒന്നും. ചേച്ചിയോട് പറഞ്ഞു? ദൂരെ എവിടെയും തിരക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ നമ്പറിൽ വിളിച്ച് ഇവനെ വിളിക്കത്ത് പറഞ്ഞ് അവിടെ എവിടെയും ഒരു. അവൻ്റെ പേരെന്താ? ഉണ്ണിയെ വിളിച്ചു. ഉഷ ഉണ്ണിയെ വിളിച്ചു. എനിക്കത് പറയും അവിടെ എവിടെയും ഒരു വീട് തിരക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുകൂടെ വീട് തിരക്കുന്നത്. വീട് തിരക്കി. അതെന്താ നിങ്ങളുള്ളപ്പോൾ ഉണ്ണിയെ വിളിച്ച് പറയാൻ കാരണം? ഞാൻ അറിയില്ല. ഞാൻ കടയിൽ ജോലിക്ക് പോയി, ഞാൻ അറിയത്തില്ല. തുടർന്നുകൊണ്ടിരിക്കുകയാണപ്പോ രഹസ്യമായിട്ട്. അങ്ങനെ വീട് വടക്കെടുത്തവിടെ എൻ്റെ മോള് താമസിക്കുന്നുണ്ട് കുറച്ചിപ്പുറം. അവിടെ നിന്ന് എൻ്റെ മോള് താമസിക്കുന്ന ഇവിടെ നമ്മൾ ഈ റോഡിൽ പോകുന്ന ദൂരം അത്രേ ഉള്ളു. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിൻ്റെ അപ്പുറം. ഈ സംഭവം ഞാൻ അറിയുന്നില്ല. ഞാനെനിക്ക് ഇവര് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനിയത്തിയും ചേട്ടയ്ക്ക് ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോകുമ്പോൾ 1-2 ദിവസം ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന്. അത് കഴിഞ്ഞിട്ട് വിരക്കമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഉഷ വരില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പകല് 11 മണിയോ 12 മണിയോ വരും. എനിക്ക് വീട്ടിൽ ആഹാരം വെച്ചാൽ ഭാര്യ വന്ന ഉടനെ വീട്ടിൽ വന്ന് കയറി ഇരുന്നിട്ട് എൻ്റെ തന്നെ കാശ് മേടിക്കും. കാശ് മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറ് വെക്കാനൊന്നും നിങ്ങൾക്ക് സമയമില്ലെന്ന് വെച്ച്. അത് എനിക്ക് നാളെ നൈറ്റാണ്, പെട്ടെന്ന് പോകണം. 2:30 മുമ്പേ ആൾ വലിയും. പോയി കഴിയുന്ന എന്താ ഈ വീട്ടിലാ പോകുന്നത്. ആശുപത്രി വല്ലപ്പോഴേ പോകത്തുള്ളൂ. വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ പുള്ളി അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും അവിടെ, അനിയത്തിയും ചേട്ടത്തിയും ഇവനും അവർ ആ വീട്ടിൽ. അപ്പോൾ അനിയത്തിക്ക് അറിയാം ഈ ബന്ധമെല്ലാം? എല്ലാം അറിയാം. അനിയത്തിക്ക് പേടിയാ ഇവിടെ. എന്താ അനിയത്തി എന്തിനാ പേടി? അനിയത്തിക്ക് വല്ല പ്രശ്നമുണ്ടോ? അല്ല, ഈ അനിയത്തി ഇവിടെ വഴക്ക് പറയും. പറയുന്ന ഒരു പേടിയാണോ? ഞാൻ ഇത് കണ്ട് അങ്ങനെ എങ്ങനെ എൻ്റെ മോളറിഞ്ഞു. മോൾക്ക് അവിടെ തവഞ്ഞ് നാണക്കട. അങ്ങനെ പെട്ടെന്ന് മോള് വന്ന് ഈ വീട്ടിൽ വന്നപ്പോൾ അത് സംഗതി പറഞ്ഞ. അത് മോളുടെ വീട്ടിന്റെ അടുത്ത് കൊണ്ടുപോയി. എന്ത് കഷ്ടമാണ് മോൾക്ക്. എന്തെന്ന് നാണക്കേട് പറയട്ടെ. തൊട്ടടുത്ത് വന്ന് ഞാൻ മോള് വന്ന് ഇതൊക്കെ നോക്കിയപ്പോൾ സംഗതി അത് തന്നെ. ആ സെക്കൻഡ് മോള് എന്നെ അവിടെ വണ്ടി കയറി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു. അച്ഛ വീണ്ടും അവർ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ തുടങ്ങിയോൻ അവിടെ ആശുപത്രിയിലല്ലേ പോന്നെ. അല്ല അച്ഛാ, എൻ്റെ വീട്ടിനടുത്ത് ഞാൻ കണ്ട അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഒളിച്ചു വെക്കാൻ വയ്യാന്ന് പറഞ്ഞു. അയ്യോ. അങ്ങനെ ഞാൻ ജോലി ഇരുന്ന് വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കില്ലേ.
സന്ധ്യ 7 മണിയപ്പോൾ ഞാൻ സൈക്കിൾ എടുത്ത് അത്രയും കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. എത്ര ദൂരമുണ്ട് അവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ ഒരു 10 കിലോമീറ്റർ വരും. രാത്രി ചവിട്ടി. അപ്പോൾ ഈ വാടക എടുത്ത വീട് എനിക്കറിഞ്ഞൂടാ, ആ ഏരിയ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ നേരെ എൻ്റെ മോളെ വീട്ടിക്കുന്നു. ഞാൻ മോളെ വീട്ടിൽ എന്നെ മരുമോനെ മോളെ ഇവിടെ വിളിച്ചിട്ട് പറയാം, മോളെ ഇപ്പം എനിക്ക് എൻ്റെ അമ്മയെ കാണണം, ആ വീടൊന്ന് കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരെ അവിടെ പോയി. പൊടി കൊച്ചിനെ എടുത്ത് ചെന്നപ്പോൾ ഇതാണെങ്കിൽ വാതൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആശുപത്രി നേരിട്ട് പണിയെന്ന് പറഞ്ഞ ആളാ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ബാക്കിൽ കൂടെ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടി. പിന്നെ അവിടെ ഏരിയ തിരക്കിട്ട് കണ്ടില്ല. നിങ്ങളുടെ ഭാര്യയായ ഉഷയെ കണ്ടില്ല. ഞാൻ അയാളില്ല. അപ്പോൾ അയാൾ ആ സമയത്ത് അവയില്ല. ഇല്ല. അനിയത്തി ഉണ്ട്, മക്കളും എല്ലാം ഉണ്ട്. ഞാൻ അനിയത്തിന്റെ മക്കളൊക്കെ അവിടെയാ താമസം. ഞാൻ ചോദിച്ചു, നീ അറിഞ്ഞുകൊണ്ടാണ് ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്? അനിയത്തോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീയും എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞില്ലേ? ഞാൻ തിരക്കിയപ്പോൾ നീ അവിടെ ഇല്ല, ആശുപത്രിയില്ലാന്ന്. ഇപ്പം എവിടെ നിന്ന് വന്നു? നീ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഇങ്ങനെ? അനിയത്തിക്ക് ഭർത്താവൊന്നുമില്ലേ? ഇല്ല. എവിടെ പോയി അയാളെ കളഞ്ഞു. രാജുവിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജീവിതം പുലർത്താൻ അഹോരാത്രം പാടുപെടുന്നതിനിടയിൽ രാജുവിന് നഷ്ടമായത് സ്വന്തം കുടുംബത്തെയാണ്. രാജുവിന്റെ ദാമ്പത്യ ജീവിതം ശിഥിലമാക്കിയ ആ ദാരുണമായ കഥയിലെ